എനിക്കൊപ്പം രാജേന്ദ്രനുണ്ട്. രാജേന്ദ്രൻ സംസാരിച്ചപ്പോൾ പറഞ്ഞ ദീർഘകാലം ദില്ലിയിൽ മാധ്യമപ്രവർത്തകനായ ഒരു അനുഭവത്തിൽ നിന്ന് സീതാറാമിനെ ഈ AKG ഭവനിൽ തന്നെ അതിൻ്റെ ഓരോ തലത്തും ഓരോ സ്ഥലങ്ങളും നേരത്തെ പറഞ്ഞല്ലോ പീപ്പിൾസ് ഡെമോക്രസിയുടെ ചുമതലക്കാരനായി ഇതിൻ്റെ എഡിറ്ററായി പ്രവർത്തിച്ച സ്ഥലമൊക്കെ പറഞ്ഞു. അതേക്കുറിച്ചൊക്കെ രാജേന്ദ്രനുമൊക്കെ സംസാരിക്കുകയാണ്. അപ്പോൾ ഓരോ മനുഷ്യർക്കും ഓരോ ഓർമ്മകളും അനുഭവങ്ങളും സമരതീക്ഷ്ണമായ യെച്ചൂരിയുടെ ജീവിതത്തെക്കുറിച്ച് പങ്കുവെക്കാനുണ്ട്. അങ്ങനെ മനുഷ്യർ വരുന്നു, അവരവരുടെ ഹൃദയവേദന പങ്കുവെക്കുന്നതൊക്കെ കണ്ടുകൊണ്ടത് പ്രേക്ഷകരിലേക്ക് എത്തിച്ചുകൊണ്ടാണ് ദില്ലിയിൽ നിന്ന് ഈ പറഞ്ഞ ഞങ്ങൾ ഇപ്പോൾ AKG ഭവനിൽ നിന്ന് പ്രേക്ഷകരുമായി സംസാരിക്കുന്നത്. വിഷ്ണു സൂചിപ്പിച്ചതുപോലെ ഇനിയിപ്പോൾ രാജേന്ദ്രൻ വൈകുന്നേരം എയിംസിൽ നിന്ന് മൃതശരീരം CPIM നേതാക്കൾ ഏറ്റുവാങ്ങുന്നു. അതിനുശേഷം JNUവിലേക്കാണ് അദ്ദേഹത്തിൻ്റെ ഈ അന്ത്യയാത്രയുടെ തുടക്കം. അവിടെ നിന്നാണ് നേരെ വരുന്നത് JNUവിലേക്കാണ്. ജവഹർലാൽ നെഹ്റു ക്യാമ്പസിലേക്ക് വരുന്നു. അവിടെ നിന്ന് തൊട്ടടുത്താണ് വസന്ത് കുഞ്ചിലെ സീതാറാം യെച്ചൂരിയുടെ ഫ്ലാറ്റ്. അവിടെയാണ് ഇന്ന് ഉണ്ടാവുക അദ്ദേഹത്തിൻ്റെ മൃതശരീരം. അദ്ദേഹത്തിൻ്റെ ബന്ധുക്കൾക്കൊപ്പം അടുത്ത ആളുകൾക്കൊപ്പം ഇന്ന് ആ ഫ്ലാറ്റിൽ. നാളെ രാവിലെയാണ് ഇങ്ങോട്ടേക്ക് AKG ഭവനിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. വൈകുന്നേരം വരെ ഇവിടെ പൊതുദർശനം എന്നുള്ള തരത്തിലാണ് അതിൻ്റെ ഒരു ക്രമീകരണം. ആ നിലയിൽ സജീവമായി സീതാറാം യെച്ചൂരിയെ പലകുറി കണ്ടിട്ടുള്ള AKG ഭവനിൽ അദ്ദേഹത്തിൻ്റെ അഭാവത്തിൽ, അദ്ദേഹത്തിൻ്റെ വിയോഗത്തിന് ശേഷമാണ് രാജേന്ദ്രൻ ഇവിടെ നിൽക്കുന്നത് എന്നതുകൂടിയുണ്ട്. അതെ, തീർച്ചയായിട്ടും. എനിക്ക് ഈ സ്ഥലം നേരത്തെ പറഞ്ഞ പോലെ ഈ സീതാറാം യെച്ചൂരി ചിരിച്ചുകൊണ്ട് ആ പടികളെല്ലാം ചവിട്ടി വരുന്ന ആ ദൃശ്യമാണ് നമുക്ക് അദ്ദേഹത്തിൻ്റെ ഈ സീതാറാം യെച്ചൂരി എന്ന് കേൾക്കുമ്പോൾ നമുക്ക് പെട്ടെന്നൊരു പ്രതീകമായിട്ടില്ല തോന്നുന്നത്. അതുപോലെ ഈ ഒരു സ്ഥലത്തിന്, ഈ ഒരു റൂമിനെല്ലാം ഏറെ പ്രാധാന്യമുണ്ട്. നമ്മളിവിടെ നിൽക്കുന്ന ഈ സീതാറാം യെച്ചൂരിയുടെ ഈ ഛായാചിത്രം വെച്ചിരിക്കുന്ന ഈ ഒരു സ്ഥലത്തിന് പോലും വലിയ പ്രാധാന്യമുണ്ട്. കാരണം ഇതാണ് പീപ്പിൾസ് ഡെമോക്രസിയുടെ ഈ ആസ്ഥാനം, പീപ്പിൾസ് ഡെമോക്രസിയുടെ ഓഫീസ്. ഇവിടെ ഈ മേഖല മൊത്തം, കാരണം ഇതിപ്പോൾ ഒന്ന് പുതുക്കി പണിതിരിക്കുന്നു. ഇതാണ് പീപ്പിൾസ് ഡെമോക്രസിയുടെ ഓഫീസ്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്തെന്നാൽ അദ്ദേഹം ദീർഘകാലം ഈ പീപ്പിൾസ് ഡെമോക്രസിയുടെ എഡിറ്ററായിരുന്നു. ദി മാർക്സിസ്റ്റിൻ്റെ അതും ഇവിടെയാണ് പ്രവർത്തിച്ചത്. ഇന്നിപ്പോൾ ഇവിടെ ആരും തന്നെ ഇല്ല. നമുക്കറിയാലോ ഇപ്പോഴത്തെ ഒരു പ്രത്യേക സാഹചര്യം, ദുഃഖാചരണം അത് നടന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ ഇല്ല. പക്ഷേ ഇവിടെ അദ്ദേഹം നടത്തിയ ദൈക്ഷണികമായ പ്രവർത്തനമാണ് CPIMന് വലിയ ദിശാബോധം, CPIMനും ഇടതുപക്ഷത്തിനും രാജ്യത്തെ മതേതര മുന്നേറ്റങ്ങൾക്കെല്ലാം വലിയ ദിശാബോധം നൽകിയത്. കാരണം പീപ്പിൾസ് ഡെമോക്രസി എല്ലാം നമുക്കറിയാം CPIM ഒരു വല്ലാത്ത ഒരു ആശയപരമായ പ്രതിസന്ധി നേരിട്ടിരുന്ന ചില ഘട്ടങ്ങളുണ്ടായിരുന്നു. ഉദാഹരണത്തിന് സോവിയറ്റ് യൂണിയനിലും അതുപോലെ കിഴക്കൻ യൂറോപ്യൻ രാജ്യങ്ങളിലെല്ലാം കമ്മ്യൂണിസം തകർന്ന ഒരു ഘട്ടത്തിൽ എങ്ങനെ അതിനെ നേരിടണം, അതിനെ വളരെ സൈദ്ധാന്തികമായ രീതിയിൽ അദ്ദേഹം അതിനുള്ള വിശകലനങ്ങൾ നൽകിയിരുന്നു. അതെല്ലാം തന്നെ പീപ്പിൾസ് ഡെമോക്രസിയിലാണ് ആദ്യം പ്രസിദ്ധീകരിച്ചിരുന്നത്. പീപ്പിൾസ് ഡെമോക്രസി പ്രസിദ്ധീകരിച്ചു, ദി മാർക്സിസ്റ്റ് പ്രസിദ്ധീകരിച്ചു. അതെല്ലാം തന്നെ മറ്റ് മലയാളം ഉൾപ്പെടെയുള്ള മറ്റ് ഭാഷകളിലെല്ലാം തന്നെ തർജ്ജമ ചെയ്യപ്പെട്ടു. അപ്പോൾ അത് വളരെ അതിന് ഓരോന്നിനുമുള്ള കൃത്യമായ വിശകലനം, എങ്ങനെ ഇതിനെ നേരിടണം, അവിടുത്തെ പ്രതിസന്ധിക്കുള്ള കാരണം എന്താണ്, അത്തരത്തിലുള്ള അദ്ദേഹത്തിൻ്റെ ലേഖനങ്ങളെല്ലാം എഴുതിയിരുന്നത് ഈ ഒരു ഓഫീസിൽ വെച്ചാണ്. ഇതാണ് ഒരു മാത്രമല്ല ഈ സ്ഥലത്തിന് വേറൊരു പ്രത്യേകത ഉണ്ട്. ഇതിൻ്റെ തൊട്ട് മുമ്പിൽ അദ്ദേഹം എല്ലാ ദിവസവും ഒരു വൈകിട്ട് ഒരു 5 മണിയോടുകൂടി ഇവിടെ എത്തുമായിരുന്നു. വൈകിട്ട് 5 അതിനു മുമ്പ് ഇതിൻ്റെ മുകളിലെ നിലയിലാണ് മറ്റ് ഓഫീസുകളൊക്കെ. അവിടെ മീറ്റിങ്ങുകളെല്ലാം കഴിഞ്ഞതിന് ശേഷം വൈകിട്ട് ഒരു 5 മണിയോടുകൂടി ഇവിടെ എത്തിക്കഴിഞ്ഞാൽ മറ്റ് മാധ്യമ സുഹൃത്തുക്കളെല്ലാം ഇവിടെ സമ്മേളിക്കും, അവരെല്ലാം ഇവിടെ വരും. അപ്പോൾ എന്ത് തിരക്കുണ്ടെങ്കിലും അദ്ദേഹം അവരുമായി അന്നത്തെ രാഷ്ട്രീയ സംഭവവികാസങ്ങളെക്കുറിച്ചുള്ള CPIMൻ്റേതായ ഒരു വിശകലനം അദ്ദേഹം നടത്തുമായിരുന്നു. അതെല്ലാം അടുത്ത ദിവസങ്ങളിൽ വലിയ വാർത്തകളായി വരുമായിരുന്നു. അപ്പോൾ CPIMൻ്റെ കാഴ്ചപ്പാട് എന്താണ്, അതപ്പോൾ അദ്ദേഹം ഈ മാധ്യമപ്രവർത്തകരുമായെല്ലാം പങ്കുവയ്ക്കുമായിരുന്നു. അപ്പോൾ ആ രീതിയിലെല്ലാം തന്നെ വളരെ പ്രാധാന്യമുള്ള ഒരു സ്ഥലത്താണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നതെന്ന് തന്നെ പറയാം. അതുകൊണ്ട് തന്നെ ഇവിടെ നിരവധി പേര്, അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾ, കക്ഷിരാഷ്ട്രീയ ഭേദമന്യേ രാഷ്ട്രീയ നേതാക്കൾ, മാധ്യമപ്രവർത്തകർ, സാംസ്കാരിക പ്രവർത്തകർ, എഴുത്തുകാർ, ഇവരെല്ലാം തന്നെ ഇന്ന് രാവിലെ മുതൽക്ക് തന്നെ ഇങ്ങോട്ട് വരികയാണ്. ഇനി നേരത്തെ ശരത്ത് പറഞ്ഞതുപോലെ JNU സ്റ്റുഡൻറ്റ് യൂണിയൻ്റെ ഓഫീസിൽ അദ്ദേഹത്തിൻ്റെ മൃതദേഹം വയ്ക്കും. ഈ JNUവിൻ്റെയൊക്കെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ സീതാറാം യെച്ചൂരിയെല്ലാം മാറ്റിമറിച്ചൊരു JNU ഉണ്ട്. JNUവിനെ ഒരു ഇടതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ, ഒരു കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയത്തിൻ്റെ എല്ലാം, വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൻ്റെ എല്ലാം തട്ടകമാക്കി മാറ്റുന്നതിൽ സീതാറാം യെച്ചൂരിയെല്ലാം വഹിച്ച പങ്ക് വളരെ വലുതാണ്. അതിന്നും അതുപോലെ നിലനിൽക്കുന്നു എന്നതാണ്. നമുക്കറിയാം രാജ്യത്തെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ എല്ലാം അവസ്ഥ വളരെ നമുക്ക് അങ്ങേയറ്റം ശോചനീയമാണ്. അവിടെയെല്ലാം തന്നെ സംഘപരിവാറിൻ്റെ രാഷ്ട്രീയ പരീക്ഷണങ്ങൾ മാത്രമാണ് നടക്കുന്നത്. വിദ്യാർത്ഥി രാഷ്ട്രീയം ഇതേപോലുള്ള ക്യാമ്പസുകളെല്ലാം തന്നെ നിരോധിച്ചിരിക്കുന്നു. അതേസമയം സംഘപരിവാറിൻ്റെ രാഷ്ട്രീയം അതെല്ലാം തന്നെ നിർബാധം. അത് നമ്മൾ ഫാക്കൽറ്റികളെ നോക്കിയാലും അതുപോലെ പാഠപുസ്തകങ്ങൾ നോക്കിയാലും എല്ലാം വളരെ പ്രകടമാണ്.
അപ്പോൾ അതിനെതിരെയുള്ള ഏറ്റവും ശക്തമായ ചെറുത്തുനിൽപ്പ് നടക്കുന്ന ഒരു സ്ഥാപനമാണ് ഇന്നും വിദ്യാഭ്യാസ സ്ഥാപനമാണ്. ആ JNUവിൽ അദ്ദേഹം 3 തവണ അവിടുത്തെ വിദ്യാർത്ഥി യൂണിയൻ്റെ ചെയർമാനായിരുന്നു. അതിനുശേഷം അദ്ദേഹം നിരന്തരം അവിടെ പോയിരുന്നു. അദ്ദേഹം ഇടയ്ക്കിടെ JNUവിൽ പോവുകയും അവിടുത്തെ വിദ്യാർത്ഥികളുമായി സംവദിക്കുകയും എല്ലാം തന്നെ ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ JNUവിന് ഈ പാർട്ടി ഓഫീസിലുള്ളതുപോലുള്ളൊരു വൈകാരികമായൊരു ബന്ധം JNUവുമായും സീതാറാം യെച്ചൂരിക്കുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ മൃതദേഹം JNUവിലും കുറച്ച് സമയം പൊതുദർശനത്തിൽ വയ്ക്കുന്നത്. ഇതാണ് ഇപ്പോൾ നമുക്ക് ഈ ഘട്ടത്തിൽ ഇവിടെ നിന്ന് നൽകാൻ സാധിക്കുന്നത്.